Hi everyone, my name is Lija June. Welcome to another video of mine. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു ടോപ്പിക്കിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വിച്ച് ഈസ് ഹൈലി റെലവൻറ്റ് ഇൻ കേരളാസ് കറന്റ് സിനാരിയോ, ദാറ്റ് ഈസ് ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ്. ഇതിനെപ്പറ്റി ഓൾറെഡി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നാലും എനിക്ക് വീണ്ടും ഇതിനെപ്പറ്റി വീഡിയോ ചെയ്യണം തോന്നുന്നു. കാരണം ഐ തിങ്ക് ദിസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ദി ഹൈലാൻഡ് പീപ്പിൾ ഓഫ് കേരള. കേരളത്തിൻ്റെ ഫോറസ്റ്റിനോട് ചേർന്ന് കിടക്കുന്ന കുറച്ച് മേഖലകളിൽ അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. ഒരു പക്ഷേ അല്ലായിരിക്കാം. കാരണം ഞാൻ ഏതൊരു ദിവസം ന്യൂസ് പേപ്പർ എടുത്താലും അല്ലെങ്കിൽ ന്യൂസ് കണ്ടാലും അതിനകത്തിലെല്ലാം ഒരു ദിവസം അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും ഒരു കാട്ടാനയോ കടുവയോ കാട്ടുപോത്തോ എന്തെങ്കിലും ഒരു വൈൽഡ് ആനിമൽ ഉപദ്രവിച്ചിട്ടുണ്ടായിരിക്കും. ഒന്നുകിൽ ആന ചവിട്ടിക്കൊന്നു, കടുവ പിടിച്ചു, പുലി പിടിച്ചു, കാട്ടുപോത്തിന്റെ ആക്രമണം, കാട്ടുപന്നിയുടെ ആക്രമണം, മനുഷ്യരുടെ ജീവൻ ഇല്ലാതാവുന്നു, കൃഷി നശിക്കുന്നു, വീട് നശിപ്പിക്കപ്പെടുന്നു. അങ്ങനെയുള്ള ന്യൂസസ് കൊണ്ട് നമുക്ക് അങ്ങനെയുള്ള ന്യൂസസ് ആണ് ഇപ്പൊ ഡെയിലി ന്യൂസ് പേപ്പറിൽ വരുന്നത്. അപ്പൊ എനിക്ക് പക്ഷെ ഇത് പേഴ്സണലി എന്നെ ഒരു രീതിയിലും അഫക്റ്റ് ചെയ്യുന്നില്ല. കാരണം ഞാൻ ജീവിക്കുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. കേരളത്തിൽ വനമില്ലാത്ത ഒരു ഡിസ്ട്രിക്റ്റ് ആണ്, അല്ലെങ്കിൽ ഏറ്റവും കുറവ് വനമേഖല എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള ഒരു ഡിസ്ട്രിക്റ്റിലാണ് ഞാൻ ജീവിക്കുന്നത്. എന്നാലും കേരളത്തിൽ പല മേഖലകളിലും പല വനയോര മേഖലകളിലും താമസിക്കുന്ന ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരുപാട് പ്രോബ്ലംസ് ഇതുപോലെ നമുക്ക് ഡെയിലി ന്യൂസ് പേപ്പറിൽ കാണാൻ പറ്റും. അപ്പോൾ ഇന്ന് ഞാൻ ഫെബ്രുവരി 2024 പബ്ലിഷ് ചെയ്ത മലയാള മനോരമ ന്യൂസ് പേപ്പർ, ഈ ഒരു ന്യൂസ് പേപ്പറിലെ കാഴ്ചപ്പാട് പേജിൽ കിടപ്പിലായ ജീവിതങ്ങൾ എന്ന് പറയുന്ന ടൈറ്റിലോട് കൂടി ഒരു ആർട്ടിക്കിൾ കൊടുത്തിട്ടുണ്ട്. ഈ ആർട്ടിക്കിളിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. കിടപ്പിലായ ജീവിതങ്ങൾ, അതായത് വന്യജീവി ആക്രമണത്തെ തുടർന്ന് ജീവൻ നഷ്ടപ്പെട്ടവർ മാത്രമല്ല, ജീവിതകാലം മുഴുവൻ ദുരിതം അനുഭവിക്കേണ്ടി വരുന്നവരായിട്ടുള്ള ഒരുപാട് മനുഷ്യർ ഈ കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 3 സംഭവങ്ങളാണ് ഈ ഒരു പേജിൽ പറയുന്നത്. മനോരമയുടെ മൃഗക്കലിക്കാലം എന്ന് പറയുന്ന ഒരു സീരീസ് ആണ്, അതിലെ 2nd എഡിഷൻ ആണിത്. അപ്പൊ ഈ ഒരു പേജിൽ അലവി, അതുപോലെ ദേവൻ, ബേബി എന്നിവരെ പറ്റിയിട്ടാണ് കിടപ്പിലായ ജീവിതങ്ങൾ എന്ന് പറയുന്ന ഈ ഒരു ആർട്ടിക്കിളിലൂടെ മനോരമ സംസാരിക്കുന്നത്. കാട്ടാനയുടെ ആക്രമണത്തെ തുടർന്ന് കിടപ്പിലായ അലവി എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ഒരു അനുഭവം ഞാൻ വായിക്കാം. ഈ ഒരു പേപ്പറിൽ പബ്ലിഷ് ചെയ്തതാണ്. എനിക്ക് 78 വയസ്സായി. റബ്ബർ ടാപ്പിംഗ് നടത്തിയാൽ കിട്ടുന്ന ചെറിയ വരുമാനം കുടുംബത്തിന് ആശ്വാസമാകുമല്ലോ എന്ന് കരുതിയാണ് ഈ പ്രായത്തിലും പണിക്ക് പോയത്. നെഞ്ചിന്റെ നേരെ വീശിയടിച്ച തുമ്പിക്കൈയുടെ കാഴ്ച ഇപ്പോഴും എന്റെ കണ്ണിൽ നിന്നും പോയിട്ടില്ല. കട്ടിലിൽ ചാരിയിരിക്കാൻ ബന്ധപ്പെട്ട് തൃശൂർ ചിമ്മിനി എച്ചിപ്പാറ പാലശ്ശേരി അലവി പറയുന്നു. കഴിഞ്ഞ 29 രാവിലെ 7 വീട്ടിൽ നിന്ന് 1.5 കിലോമീറ്റർ അകലെ റബ്ബർ തോട്ടത്തിൽ ടാപ്പിങ്ങിന് പോയപ്പോഴാണ് അലവിയെ കാട്ടാന ആക്രമിച്ചത്. തുമ്പിക്കൈ കൊണ്ടുള്ള അടിയേറ്റ് താഴെ വീണു. ചവിട്ടാൻ ആന ആയുന്നത് കണ്ടയുടൻ അലവി നിരങ്ങി മാറി സമീപത്തെ പുഴയിലേക്ക് ചാടി. മരത്തിന്റെ വേരുകളുടെ ഉള്ളിൽ കയറിപ്പറ്റി. ആന പിന്നാലെ ചാടി മസ്തകം കൊണ്ട് ഇടിക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. നട്ടെല്ലിനേറ്റ ക്ഷതത്തിന് പുറമെ തോളിലും കൈയിലും പരിക്കുണ്ട്. കാലിന്റെ അസ്ഥിക്കും പൊട്ടലേറ്റു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു ചികിത്സ. അന്നു മുതൽ കിടപ്പാണ്. 4 മാസം കൂടി വിശ്രമിച്ചാലേ പഴയതുപോലെ നടക്കാനാകൂ. യാത്രകൾക്കും മരുന്നിനുമായി 10,000 രൂപ കണ്ടെത്താൻ പാടുപെട്ടു. ഭാര്യയും മകനും മരുമകളും കുട്ടികളും അടക്കം 6 പേരടങ്ങുന്ന കുടുംബമാണ് അലവിയുടേത്. ദിവസക്കൂലിക്ക് വേണ്ടി ഓടുകയാണ് മകൻ. കണ്ടില്ലേ, ഇത് അലവി എന്ന് പറയുന്ന ഒരാളിനെ പറ്റിയിട്ടുള്ള അയാളുടെ ലൈഫിൽ സംഭവിച്ചതാണ്. ഇതുപോലെ എത്ര ആൾക്കാരുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. കാരണം അവരൊക്കെ മനുഷ്യരായതുകൊണ്ടാണ്. പകരം ഏതെങ്കിലും ഒരു മനുഷ്യര് സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിനിടയ്ക്ക് ഏതെങ്കിലും ഒരു മൃഗം, ഒരു കാട്ടാനയോ കടുവയോ പുലിയോ വല്ലതും മരിക്കുകയാണെങ്കിൽ അത് ഭയങ്കര സംഭവമാവും. കേരളത്തിലുള്ള എല്ലാ മനുഷ്യരും പ്രതികരിക്കും, അല്ലെ? ഫ്ലാറ്റിൽ ഇരുന്നുകൊണ്ട് ഇതൊക്കെ ന്യൂസിലൊക്കെ കാണുന്ന സെലിബ്രിറ്റീസ് ആണെങ്കിലും അല്ലെങ്കിൽ നല്ല ലൈഫ് ജീവിക്കുന്ന ആൾക്കാരാണെങ്കിലും ഭയങ്കര ഘോരമായിട്ട് പോസ്റ്റ് ഇട്ട് പ്രതികരിക്കും, ആ മൃഗത്തിന് ജസ്റ്റിസ് വേണമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇങ്ങനെ മനുഷ്യര് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമ്പോഴെന്താ സംഭവിക്കുന്നത്?
അവർ പറയാതെ മനുഷ്യരുടെ കൈകടത്തൽ കൊണ്ട് സംഭവിക്കുന്നതാണ്. അവരെന്തിനാ അവിടെ താമസിക്കുന്നു, അവർക്ക് കാട് വിട്ട് കാടിന്റെ സൈഡ് വിട്ടിട്ട് ടൗണിൽ വന്ന് താമസിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കും. പക്ഷെ ഈ ചോദിക്കുന്നവരാരെങ്കിലും ഈ പാവപ്പെട്ട മനുഷ്യർക്ക് സ്ഥലം കൊടുക്കാൻ റെഡി ആകുമോ എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. ഇനി ഇതേപോലെ തന്നെയുള്ള മറ്റൊരു ആർട്ടിക്കിള്, ഈ ആർട്ടിക്കിളിൽ തന്നെ പറയുന്ന മറ്റൊരു സംഭവം, മറ്റൊരു വ്യക്തിയെ പറ്റിയിട്ടാണ് പറയുന്നത്. അതിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയ ദേവൻ എന്ന് പറയുന്ന വ്യക്തിയെ പറ്റിയിട്ടാണ്. ആന എറിഞ്ഞത് കിടക്കയിലേക്ക്, കാട്ടാന എടുത്തെറിഞ്ഞ് 6 വാരിയലുകൾ പൊട്ടിയ നിലമ്പൂരിനടുത്ത് ചാലിയാർ കോണമുണ്ട നറുക്കിൽ ദേവൻ ഒരാഴ്ചയായും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഭേദമാകണമെങ്കിൽ ഇനിയും 3 മാസം എടുക്കും. കിടക്കയിൽ തന്നെയാണ് ദേവൻ. എഴുന്നേറ്റ് നടക്കാറായില്ല. ആശുപത്രിയിൽ നിത്യച്ചെലവിന് പോലും ബുദ്ധിമുട്ടുന്ന ദേവന് നഷ്ടപരിഹാരം നൽകാൻ വകുപ്പില്ലെന്നാണ് വനം വകുപ്പിന്റെ നിലപാട്. കാടിനാൽ ചുറ്റപ്പെട്ട കൃഷിയിടത്തിൽ 13-ന് പണിക്ക് ചെന്നതായിരുന്നു ദേവൻ. വൈകിട്ട് 4-ന് പണി കഴിഞ്ഞ് കുളിക്കാനും മീൻ പിടിക്കാനുമായി പുഴയിലേക്ക് പോയപ്പോഴാണ് ആന ആക്രമിച്ചത്. ഇതും കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ വ്യക്തിയാണ്. തുമ്പിക്കൈ കൊണ്ട് എടുത്തെറിഞ്ഞതിനെ തുടർന്ന് ദൂരേക്ക് തെറിച്ചുപോയി. വിവരമറിഞ്ഞ് ആകമ്പാടം വനം സ്റ്റേഷനിൽ നിന്ന് അധികൃതരെത്തിയാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത്. അവിടെ നിന്ന് കോഴിക്കോട്ടേക്ക് അയച്ചു. വനത്തിനകത്ത് വെച്ച് ആക്രമണം നടന്നതുകൊണ്ടാണ് നഷ്ടപരിഹാരത്തിന് വകുപ്പില്ലാത്തതെന്നാണ് അധികൃതർ പറയുന്നത്. ജനവാസ കേന്ദ്രത്തിൽ നിന്ന് 1 കിലോമീറ്ററോളം അകലെയാണ് കൃഷിയിടം. എന്നാൽ വനത്തിലൂടെ മാത്രമേ അങ്ങോട്ട് പോകാനാകൂ. 5 വർഷം മുൻപ് വരെ ആനയൊന്നും അവിടെ ഉണ്ടായിരുന്നില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. വനത്തിലൂടെ പോകേണ്ടി വരുന്ന പണിക്കാർക്കും അവിടെ താമസിക്കേണ്ടി വരുന്ന കർഷകർക്കും സംരക്ഷണം നൽകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. മാനുഷിക പരിഗണനയിലെങ്കിലും ദേവന് നഷ്ടപരിഹാരം അനുവദിക്കണമെന്നും നാട്ടുകാർ പറയുന്നു. ഇത് സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ കൃഷിയിടത്തിലോട്ട് പോകണമെങ്കിൽ വനത്തിലൂടെ തന്നെ പ്രവേശിക്കണം. അപ്പോൾ ഇദ്ദേഹത്തിന് ഈ ഒരു അപകടം പറ്റിയത് വനത്തിനുള്ളിൽ വെച്ചിട്ടാണ്. പക്ഷെ ഇവിടെ ഒരു കൃത്യമായ പരിഹാരം വേണം. ഒന്നുകിൽ കൃത്യമായിട്ട് ആ ആളുകളെ അവിടുന്ന് മാറ്റി താമസിപ്പിക്കണം. അവർ കൃഷി ചെയ്യുന്നതും അവരുടെ കൃഷിസ്ഥലവും എല്ലാം വനത്തിനോട് ചേർന്നാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്ട്സ് ഒക്കെ മനുഷ്യർക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. മനുഷ്യരുമായിട്ട് മൃഗങ്ങൾ ഇടപഴകാൻ ഞാൻ ഉദ്ദേശിച്ചത് മൃഗങ്ങളുടെ ആക്രമണം ഉണ്ടാകാനും മനുഷ്യർക്ക് അപകടം സംഭവിക്കാനും മരണം വരെ സംഭവിക്കാനും ഇതേപോലുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പൊ ഇതിന് കൃത്യമായ പരിഹാരങ്ങളാണ് നമുക്ക് ആവശ്യം. ഇതുപോലുള്ള അടുത്ത ഒരാളിനെ പറ്റി കൂടി മനോരമ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ബേബി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അടിയിൽ പതറി വീണു ബേബിയും കുടുംബവും. വർഷം 3 കഴിഞ്ഞു. കാട്ടാനയുടെ തുമ്പിക്കൈ കൊണ്ടുള്ള അടിയേറ്റ് നട്ടെല്ലും വാരിയെല്ലും തകർന്ന ബേബി ഇപ്പോഴും കിടന്ന കിടപ്പിൽ തന്നെയാണ്. അന്ന് കാട്ടാന കൊല്ലേണ്ടതായിരുന്നു. പക്ഷെ അടിയേറ്റ് കുഴിയിലേക്ക് വീണതിനാൽ കഷ്ടിച്ച് ജീവൻ തിരിച്ചു കിട്ടി. ജീവൻ തിരിച്ചു കിട്ടിയിട്ടും കഴിഞ്ഞ 3 വർഷമായിട്ട് ഈ മനുഷ്യൻ ഈ കിടക്കയിലാണ്. അദ്ദേഹത്തിന്റെ ജീവിതം ഈ ഒരു അവസ്ഥയിലേക്ക് മാറി. ആളെ കിട്ടാത്ത കലിയിൽ തോട്ടമാകെ തകർത്താണ് അന്ന് ആന മടങ്ങിയത്. 6 ലക്ഷത്തോളം ചെലവാക്കിയെങ്കിലും തകർന്ന വാരിയെല്ലും തോളെല്ലും ശരിയായിട്ടില്ല. കൈ പൊക്കാൻ പോലും കഴിയില്ല. എന്തൊരവസ്ഥയാണ്! ഈ വേദനകളും ഈ സാഹചര്യങ്ങളും എല്ലാം സഹിക്കാൻ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും മാത്രമേ അദ്ദേഹത്തിന്റെ ഒപ്പമുള്ളൂ. ഒരുപക്ഷെ ആ സമയത്ത് ആ ഒരു സംഭവം ഉണ്ടാകുന്ന സമയത്ത് ന്യൂസിലൂടെ പലരും കേട്ട് സിമ്പതി അറിയിക്കാം. പക്ഷെ പിന്നീട് അങ്ങോട്ട് ആരും കാണില്ല. 2021 ഡിസംബർ 16-ന് രാവിലെ സ്വന്തം വീട്ടുമുറ്റത്തെ തോട്ടത്തിൽ ടാപ്പിംഗ് നടത്തുന്നതിനിടെയാണ് പാലക്കാട് പുതുപ്പരിയാരം ഞാറക്കോട് പെരികിൽ ആന്റണി മാത്യുവിന്, അതായത് ബേബി എന്ന് പറഞ്ഞ വ്യക്തിക്ക് നേരെ കാട്ടാന പാഞ്ഞെടുത്തത്. 25 ദിവസം തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ കിടന്നു. അതിൽ 15 ദിവസത്തോളം ICUവിൽ കിടന്നു. വനം വകുപ്പ് 2 ഘട്ടമായി 1.5 ലക്ഷം രൂപ നൽകി. ഇപ്പോഴും ചികിത്സയ്ക്ക് വലിയ തുക വേണം. ബേബി കിടപ്പിലായതോടെ 2 പെൺമക്കൾ അടങ്ങുന്ന കുടുംബത്തിന്റെ ഭാരം ഭാര്യ ജാൻസിയുടെ തലയിലായി. റബ്ബർ ഉണ്ടെങ്കിലും വെട്ടുന്നില്ല. രാവിലെ റബ്ബർ വെട്ടാൻ വരാൻ ആർക്കും ധൈര്യമില്ല എന്നുള്ളതാണ് മെയിൻ പ്രശ്നം. ചികിത്സാ ധനസഹായവും വീട്ടിലേക്ക് വരാൻ നല്ലൊരു വഴിയും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല. സോ ഇതാണ് ഈ ഒരു പേജിലൂടെ മനോരമ നമ്മുടെ മുന്നിൽ തുറന്നു കാട്ടുന്ന 3 വ്യക്തികളുടെ ഈ എലിഫന്റ് അറ്റാക്ക് മൂലം ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന 3 വ്യക്തികളുടെ അനുഭവങ്ങളാണ് മനോരമ ഈ ഒരു കാഴ്ചപ്പാട് പേജിലെ അവരുടെ മൃഗകലികാലം എന്ന് പറയുന്ന സീരീസിലൂടെ ഈ ഒരു 2nd എഡിഷനിലൂടെ പറയുന്നത്. പിന്നെ ഇതിന്റെ താഴെ കേരളത്തിലുണ്ടായ 2016 മുതൽ 2023 വരെ ഈ ഒരു കാലഘട്ടത്തിൽ കേരളത്തിലുണ്ടായ വന്യജീവി ആക്രമണങ്ങളുടെ ഒരു ലിസ്റ്റ് അവർ പറയുന്നുണ്ട്.
ആകെ 55,839 വന്യജീവി ആക്രമണങ്ങൾ ഈ കാലഘട്ടത്തിൽ, ഈ 8 വർഷത്തിനിടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇതിൽ ജീവഹാനി സംഭവിച്ചത് 909 പേർക്കാണ്. ഈ 8 വർഷത്തിനിടെ 909 പേര് മൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായിട്ട് പറയുന്നുണ്ട്. 712 പേർക്ക് ഇതിലൂടെ പരിക്കേറ്റിട്ടുണ്ട്. കൃഷിനാശത്തിൽ ഉണ്ടായ നഷ്ടം എന്ന് പറയുന്നത് 68,43,90,800 രൂപയാണ്. ജീവഹാനി സംഭവിച്ചവരുടെ കുടുംബങ്ങൾക്ക് അനുവദിച്ച നഷ്ടപരിഹാരത്തിന്റെ എണ്ണം 706 ആണ്. പരിക്കേറ്റവർക്ക് ചികിത്സാ സഹായം അനുവദിച്ചതിന്റെ എണ്ണം 6059 ആണ്. കൃഷിനാശം സംഭവിച്ചവർക്ക് അനുവദിച്ച നഷ്ടപരിഹാരത്തിന്റെ എണ്ണം 39,551 ആണ്. പിന്നീട് ഇവര് പറയുന്നത് കാട്ടാനകൾ എന്തുകൊണ്ട് നാട്ടിലേക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പൊ പല റീസൺസും നമുക്ക് ഇത്രയും കാലത്തെ നമ്മൾ ന്യൂസിലൊക്കെ വായിച്ചതിൽ നിന്നും മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ടുള്ളതിൽ നിന്നും അല്ലെങ്കിൽ നമ്മളുടെ അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. കാട്ടിനുള്ളിൽ ജലം, ഭക്ഷണം എന്നിവയുടെ ലഭ്യത കുറവ്, അതുപോലെ മനുഷ്യര് വനഭൂമി കയ്യേറി, അതുപോലെ വനഭൂമിയോട് ചേർന്ന് കൃഷി ആരംഭിക്കുന്നു. പിന്നെ അതുപോലെ ക്യാഷ് ക്രോപ്സ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. അത് കാരണം അങ്ങനെ വെജിറ്റേഷൻ ഉണ്ടാകുന്ന ചേഞ്ചസ്, അങ്ങനെ പല റീസൺസും ഉണ്ട്. അതൊക്കെ കൊണ്ടാണ് ഈ വൈൽഡ് ആനിമൽസ്, എസ്പെഷ്യലി എലിഫൻസ് നാട്ടിൻ പ്രദേശത്തേക്ക് ഇതിനോട് ചേർന്ന് കിടക്കുന്ന, ഫോറസ്റ്റിനോട് ചേർന്ന് കിടക്കുന്ന നാട്ടിലേക്ക് ഇറങ്ങി വരികയും ആളുകളെ അറ്റാക്ക് ചെയ്യുകയും ചെയ്യുന്നത്. ഇനി മനോരമ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. കാട്ടാനകൾ കാടിറങ്ങാനുള്ള കാരണങ്ങളെ കുറിച്ച് WWF, ഇത് മനോരമ പറഞ്ഞതല്ല, ഇത് വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ ഇന്ത്യ അവര് നടത്തിയ പഠനത്തിലെ കണ്ടെത്തലുകളാണ്. ഒന്നാമതായിട്ട് പറയുന്നത്, കാട് ചുരുങ്ങി വരുന്നത് മൂലം ആവാസ മേഖലയിൽ ഉണ്ടായ ശിഥിലീകരണം. കാട് ചുരുങ്ങുന്നു. പല റീസൺസ് ഉണ്ടാവും. മനുഷ്യരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ മരങ്ങളൊക്കെ കട്ട് ചെയ്യുന്നു. പിന്നെ കാട് കയ്യേറുന്നു. അധിനിവേശ സസ്യങ്ങളും ഏകവിളത്തോട്ടങ്ങളും ഉണ്ടാക്കിയ ഭക്ഷണ ലഭ്യത കുറവ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റീസൺ ആണ്. എനിക്ക് പേരറിയത്തുള്ള ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് ഫ്ലവർ നമുക്ക് ഈ കാടിനോട് ചേർന്ന് കാണാൻ പറ്റും. യെല്ലോ കളറ്, പിങ്ക് കളറ്, റെഡ് കളറ്, വൈറ്റ്. അതൊരു അധിനിവേശ സസ്യമാണ്. എനിക്കതിൻ്റെ കറക്റ്റ് പേര് അറിയത്തില്ല. അറിയാവുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതേപോലെയുള്ള ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്. അതുപോലെ ചില മരങ്ങൾ, ഇതൊക്കെ കാടിനെ വല്ലാണ്ട് നശിപ്പിക്കുന്ന ടൈപ്പാണ്. അപ്പം മൃഗങ്ങൾക്ക് വേണ്ട ഫുഡ് ലഭ്യത കുറവ് ഇതുമൂലം ഉണ്ടാവും. പിന്നെ ഏകവിള കൃഷി, ഒരു പ്രത്യേക കൃഷി മാത്രം ചെയ്യുമ്പം അത് കഴിക്കാത്ത ആനിമൽസിന് അത് കിട്ടാൻ വേണ്ടിയിട്ട് നാട്ടിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥ വരുന്നുണ്ട്. വനത്തോട് ചേർന്നുള്ള കൃഷിവിളകൾ മാറിയത് കടുത്ത ചൂടും കാലാവസ്ഥാ വ്യതിയാനവും മൂലം മഴയളവിലും മഴ പെയ്ത്തിലും ഉണ്ടായ മാറ്റം, വനത്തോട് ചേർന്നുള്ള ഭൂവിനിയോഗത്തിലെ മാറ്റം. വയനാട്ടിൽ 75.85% കൃഷിനാശവും ഉണ്ടാക്കുന്നതും കാട്ടാനകളാണെന്നാണ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പഠനത്തിൽ കണ്ടെത്തിയത്. നമ്മൾ കൂടുതൽ ന്യൂസിൽ കേൾക്കുന്ന വയനാട്ടിൽ കൂടുതലും ആന, കടുവ, പുലി ആണല്ലോ. കാട്ടുപന്നി 10.4%, കാട്ടുപോത്ത് 9.7% കൃഷി നശിപ്പിക്കുന്നു. കാട്ടാനകൾ നശിപ്പിച്ചിരുന്നതിലേറെയും നെൽകൃഷിയാണ്. എന്നാൽ വയനാട്ടിലെ നെൽപ്പാടങ്ങൾ പതിയെ വാഴ കൃഷിക്ക് വഴിമാറി. കൊയ്ത്ത് തുടങ്ങുന്ന ഓഗസ്റ്റ് നവംബർ മാസങ്ങളിൽ കൂടുതലായി ഉണ്ടായിരുന്ന വന്യജീവി ശല്യം വാഴ പോലെയുള്ള വിളകൾ വ്യാപകമായതോടെ വർഷത്തിൽ എല്ലാ സീസണിലും ഉണ്ടായി. കൃഷിരീതികളിലുണ്ടായ മാറ്റവും ആനത്താരകളുടെ കയ്യേറ്റങ്ങളും കാട്ടാനകളുടെ കാടിറക്കത്തിന് കാരണമായതായി പഠനങ്ങളുണ്ട്. സോ ഇത്രയും റീസൺസ് ആണ് ഇവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ്, ഇതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം, നിങ്ങൾക്ക് എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളതെന്ന് ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യുക. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.